ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 20-ാം ദിനത്തിലെത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഒരു അപ്ഡേറ്റ് പുറത്തുവിടുകയാണ്. GCCയിൽ നിന്ന് സിനിമ 18 ദിനം കൊണ്ട് നേടിയ കളക്ഷൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയോടെ ചെയ്യുന്നു. $3.5 മില്യൺ സിനിമയ്ക്ക് 18 ദിനം കൊണ്ട് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം 32 കോടിയോളമാണ് ഒരു GCC ബോക്സ് ഓഫീസിൽ നിന്ന് 18 ദിനങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് 20-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രതീക്ഷ അതുതന്നെയാണ്, കളക്ഷൻ കൂടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കളക്ഷൻ ഉയരുന്നു. അവധി ദിനങ്ങൾ തുടങ്ങിയതോടെ കളങ്കാവലിന് നല്ല ടൈം എന്ന് തന്നെ പറയാം. സ്റ്റഡി കളക്ഷനായിട്ട് തന്നെയാണ് സിനിമ ഈ ഒരു വീക്ക് ഡേയ്സിലും പോകുന്നത്. തിങ്കളാഴ്ച സിനിമയ്ക്ക് വന്നത് ഏകദേശം 25 ലക്ഷം രൂപയോളമായിരുന്നു. ഇന്നലെ ചൊവ്വാഴ്ച സിനിമയ്ക്ക് വന്ന കളക്ഷനിലേക്ക് നമുക്ക് നോക്കാം. 489 ഷോകളിൽ നിന്ന് 13,200 മുകളിലുള്ള ഓഡിയൻസ് സിനിമ കണ്ടപ്പോൾ 14% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 19,24,000 രൂപയോളമാണ്. അതായത് ഏകദേശം 28 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. അതായത് നല്ല ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച സിനിമ 50 ലക്ഷം രൂപ കടന്നിരുന്നു. ഇപ്പോൾ ഇതാ 30 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സിനിമയുടെ ഡീറ്റെയിൽഡ് കുറച്ച് കളക്ഷൻ റിപ്പോർട്ടുകൾ, അതായത് 18 ദിനത്തെ ഇപ്പോൾ എല്ലാ ട്രാക്കേഴ്സും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഏതാനും ചില്ലറ മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള കണക്കുകളിലേക്ക് പോകാം. കേരളത്തിൽ നിന്ന് 18 ദിനങ്ങൾ കൊണ്ട് 35.88 കോടി, അതായത് 35,88 ലക്ഷം നേടി എന്നുള്ളതാണ് ഭൂരിഭാഗം ട്രാക്കേഴ്സും പുറത്തുവിടുന്ന കണക്കുകൾ. അങ്ങനെ നോക്കുമ്പോൾ 36 കോടി കടന്നിരിക്കുന്നു 19 ദിനം കൊണ്ട് എന്ന് നമുക്കറിയാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 6,90 ലക്ഷം രൂപ സിനിമ 18 ദിനം കൊണ്ട് നേടിയെന്ന് പറയുമ്പോൾ 19-ാം ദിനം 7 കോടി കടന്നു എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഓവർസീസിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് $3.5 മില്യൺ മുകളിലേക്ക് എത്തി. അത് ഒഫീഷ്യലായി വരികയും ചെയ്തു. UK അയർലൻഡിൽ നിന്ന് $360K, നോർത്ത് അമേരിക്കയിൽ നിന്ന് $288K, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് ഏകദേശം $125K, അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $100K മുകളിലും നേടിയെന്നുള്ളതാണ്. ടോട്ടൽ 18 ദിനം കൊണ്ട് $4.4 മില്യൺ ഓവർസീസിൽ നിന്ന് സിനിമ നേടിയതായി പുറത്തു വരുന്ന കണക്കുകൾ. അതായത് 39,25 ലക്ഷം രൂപയ്ക്ക് റൗണ്ട് ഓഫ് ചെയ്ത് തന്നെ പറയാം. അതായത് 19-ാം ദിനം കൊണ്ട് തന്നെ സിനിമ ഇവിടെ 40 കോടി കടന്നു എന്നുള്ളത്. അങ്ങനെ ടോട്ടൽ 82 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. അതായത് ഈ ഒരു 19 ദിവസം കൊണ്ട് ശരിക്കും 82.5 കോടിക്ക് മുകളിൽ ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്ന കണക്കുകളാണ്. ഒഫീഷ്യലായിട്ടുള്ള കണക്കുകൾ ഇതുവരെയും മമ്മൂട്ടി മാത്രം പുറത്തുവിട്ടിട്ടില്ല. എന്താണെങ്കിലും ഏറിയ പങ്കും പ്രേക്ഷകർ വിശ്വസിക്കുന്നത് 85 കോടിയോളം ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ്.